1997 ഒരു ഓഗസ്റ്റ് 16 ലണ്ടനിൽ നിന്നുള്ളൊരു വാർത്തയറിഞ്ഞ് സിന്ധു നദി വിഭജനത്തിന്റെ മുറിവുകൾ മറന്ന് ചുവന്നൊഴുകി. സിന്ധു നദിക്കാകെ രക്തരൂഷിതമായ കവാലിയുടെ നിറം. അവളുടെ പ്രിയപുത്രന്റെ വേർപാടിൽ സിന്ധു നദി അന്ന് കരയുകയാണെന്ന് തോന്നി. ആ ജനാസയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാകെ അവരുടെ പതാകകൾ മറന്നുവെച്ചു. തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പത്രത്തിന്റെ ആദ്യ പേജിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: നുസ്രത്ത് റിജോയിൻസ് അല്ലാ. നുസ്രത്ത് അവൻ്റെ റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ ആദമിൻ നബിയുടെ കഥയെ ആസ്പദമാക്കി തും എക് ഗൊരഖ് ദന്താഹു എന്ന കവാലിയിൽ ആദമിനെ ഭൂമിയിലേക്ക് അയച്ചതിന് ശേഷം മലക്കുകളോട് ഭൂമിയിൽ മനുഷ്യനെ തൻ്റെ ഖലീഫയാക്കുമെന്ന് പറയുന്ന റബ്ബിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നുസ്രത്ത് പാടുന്നത് ഇങ്ങനെയാണ്: एक इंसान को दुनिया में खिलाफत अपनी एक तमाशा सा जमाने में बना रखा है. देखिए, इंसान को दुनिया में ഖിലാഫത്ത് अपनी अब तमाशा जमाने में बना रखा है. മനുഷ്യനെ ഭൂമിയിൽ നിന്റെ ഖിലാഫത്തിന്റെ കിരീടം ചൂടിച്ച് നീ ഈ ദുനിയാവിൽ അവനെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നീയോ മനുഷ്യബുദ്ധിയിൽ അർത്ഥമാക്കാനാകാത്തൊരു പ്രഹേളികയും. അതേ കവാലിയിൽ എന്ന പോലെ അവൻ്റെ റബ്ബ് ഭൂമിയിലേക്ക് അയച്ച സംഗീതത്തിൻ്റെ ഖലീഫ ഭൂമിയെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അതെ, വിഭജനത്തിൻ്റെ മുറിവുകൾ ഉണക്കാനായി കവാലികളുടെ പിതാവ് ആമിർ ഖുസ്രുവിൻ്റെ 6ാം തലമുറയിൽ പിറന്ന സിന്ധു നദിയുടെ പ്രിയപുത്രൻ നുസ്രത്ത് അവൻ്റെ റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നു. യുദ്ധങ്ങൾക്കിടയിൽ സിന്ധു നദിയിലേക്ക് ഒഴുകുന്ന ചോര തൻ്റെ സഹോദരൻ്റേതാണെന്ന് മറന്നുപോയ 2 രാജ്യങ്ങൾക്കിടയിലെ മുറിവുകളെ എക്കാലവും ഉണക്കാൻ അവൻ ഒരു ഖലീഫയെ അയച്ചിരുന്നു. वो ये कहते हैं कि पाकिस्तानी आर्टिस्ट यहाँ आके परफॉर्म करते हैं, यहाँ के टेलीविज़न पे काम करते हैं, हर चीज़ पे काम करते हैं, तो इंडियन आर्टिस्ट को पाकिस्तानी गवर्नमेंट क्यों नहीं बुलाती? इस सिलसिले में वो बिल्कुल सही बात कर रहे हैं. तो इस सिलसिले में मैं और दूसरे फनकार भी पाकिस्तानी गवर्नमेंट से बात कर रहे हैं कि ये ऐसा नहीं होना चाहिए, ये वन वे ट्रैफिक जो है ये नहीं होनी चाहिए. इसका ज़रूर पड़ता है असर फ़न पर, मगर ये फ़न जो है इसमें इतनी म्यूज़िक में ख़ासतौर पर मेरे सूफ़ी म्यूज़िक में इतनी पावर है कि ये नफ़रत को बहुत कम करता है. ये बिल्कुल एक दूसरे से बैठने को, एक दूसरे को करीब लाने की बहुत ज़्यादा इसमें पावर है. അതിർത്തിയിൽ യുദ്ധങ്ങളിൽ പതാകകൾ മറന്നുവെച്ച് രാത്രിയിൽ അവർ കേട്ട കവാലികൾക്ക് ഒരേ ശബ്ദമായിരുന്നു. അവർ അവനെ ഉസ്താദ് എന്ന് വിളിച്ചു. ഉസ്താദ് നുസ്രത്ത് ഫത്തേഹ് അലി ഖാൻ. വിട പറഞ്ഞിട്ട് നീണ്ട 29 വർഷങ്ങൾ. എങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുറിവുകളിൽ ഇന്നും ഒരു ശബ്ദം അനശ്വരമായി ഒഴുകുന്നു. സിന്ധുവിൻ്റെ ഒഴുക്ക് പോലെ അതിർത്തികളെയും മതങ്ങളെയും രാഷ്ട്രങ്ങളെയും മറികടന്ന് ഉസ്താദ് നുസ്രത്ത് ഫത്തേഹ് അലി ഖാൻ.